നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് GST ഈ ആഴ്ച പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ GST എല്ലാ മേഖലയിലുള്ളവർക്കും, അതായത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, 10th മെയിൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും GST ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നുണ്ട്. അപ്പൊ GST ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോവാൻ. GST യെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ രണ്ട് കാര്യങ്ങൾ GST യെ പറ്റിയിട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ 13 കണ്ടോ, ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ട് താഴോട്ട് വരുന്ന സമയത്ത് GST കൗൺസിൽ ചെയർപേഴ്സൺ ആരാണെന്നുള്ള ഒരു സിമ്പിൾ ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പൊ GST യെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 13 ഒന്ന് പറയാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കംപ്ലീറ്റ് പോയിന്റ്സ് ഞാൻ ഒന്ന് പറയുന്നതായിരിക്കും, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. GST യെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്ന് നോക്കാം. ഇന്ത്യയിലെ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് GST. 2017 ജൂലൈ 1 മുതലാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. കേന്ദ്ര ധനമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. CGST, SGST, IGST, UTGST, സെസ് എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള GST ആണ്. അപ്പൊ നിങ്ങൾ 4 സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പം ഒരു 2-3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. മിക്കവരും പഠിച്ചവർക്ക് അറിയാം ഈ 3 ശരിയാണ് അല്ലെ. അതായത് ഇന്ത്യയിലെ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് GST എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ രാജ്യത്തെ ഒരു ഒറ്റ മാർക്കറ്റായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മൾ ആരംഭിച്ച ഒന്നാണ് GST ആണല്ലോ. ഗുഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നമുക്കറിയാം, 2017 ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നത്. അപ്പൊ താഴത്തെ ചോദ്യത്തിനുള്ള ആൻസർ മുകളിൽ തന്നെ നമുക്ക് കിട്ടി. കേന്ദ്ര ധനമന്ത്രി ആയിരിക്കും അല്ലെ, സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് നമ്മുടെ GST കൗൺസിലിന്റെ അധ്യക്ഷൻ. ആ 3 കാര്യങ്ങളിൽ നിന്നും നമുക്ക് ആ 3 ശരിയാണെന്ന് മനസ്സിലായി. ഇനി 4മതാണ് എല്ലാവരും കൊണ്ടൊന്ന് തെറ്റിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള GST ആണുള്ളത് നമ്മൾ പഠിക്കും. സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, ഇന്റഗ്രേറ്റഡ് GST ഉണ്ട്. അപ്പൊ ഈ UTGSTയും സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ GSTക്കകത്ത് കേട്ടിട്ട് പോലും ഇല്ലാന്ന് നമ്മൾ ഒന്ന് ഓർത്തിട്ട്, ഇപ്പൊ UTGST ഉണ്ടായിക്കോട്ടെ എങ്കിലും സെസ് ഒരിക്കലും വരില്ല GSTക്കകത്ത്. ആ രീതിയിൽ നമ്മൾ ഇതിനെ അങ്ങ് വെട്ടിക്കളയും. പക്ഷെ അതല്ല, ഇതും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതെന്താണെന്നും ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഇപ്പൊ ഞാനൊന്ന് പറയാം. ഞാൻ പറഞ്ഞു, നോട്ട് ചെയ്യുക. അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ആദ്യമായിട്ട് GST യെ പറ്റി പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്, നമ്മുടെ രാജ്യത്തെ ഒരൊറ്റ മാർക്കറ്റ് ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് വന്നത്? GST വന്നത് ആണല്ലോ. അതായത് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തല്ല ശരിക്കും GST ആപ്ലിക്കബിൾ ആവുന്നത്, ആണോ? അല്ല. എപ്പോഴാണ്? അത് കൺസ്യൂം ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ എവിടെയാണോ അത് കൺസ്യൂം ചെയ്യപ്പെടുന്നത് അവിടെയാണ് GST ആപ്ലിക്കബിൾ ആവുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തല്ല. എവിടെയാണോ ഈ സാധനം ഫൈനലായിട്ട് വിറ്റഴിച്ച് ഉപയോഗിക്കുന്നത് ആ സംസ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ ആ സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കും ഈ GST ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, ആണല്ലോ. നമുക്കറിയാം ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ ആണ് GSTക്ക് ഉള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതുക. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ്. എന്താണ്? എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ ആയിരിക്കും എന്ത് വരുന്നത്? ഈ ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ആ കാര്യം കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ പറയാറുണ്ട് GST നമ്മൾ സെൻട്രൽ GST, സ്റ്റേറ്റ് GST എന്ന് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ടെന്ന്. എന്താണ് ഈ സെൻട്രൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു സാധനം, അത് ഒരു സാധനത്തിന്റെ GST എന്ന് പറയുന്നത് 18%. ഈ 18%-നകത്ത് നിന്നും 50% സെൻട്രൽ ഗവൺമെന്റിലേക്കും പോകും, 50% സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും പോകും. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് 50%? അതായത് ഇതിന്റെ ഒരു 9%, ഒരു സാധനത്തിന്റെ 18% GST ആണെങ്കിൽ 9% അത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും. ബാക്കിയുള്ള 9% സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പോകും. അതായത് പൈസയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 100 രൂപ വിലയുള്ള ഒരു സാധനം, 100 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ ഫോർ എക്സാമ്പിൾ പറയാണ് 50% എന്ന് പറയുമ്പോൾ 50 രൂപ സെൻട്രൽ ഗവൺമെന്റിലേക്കും പോകും, 50 രൂപ എവിടെയോട്ട് പോകും? സ്റ്റേറ്റ് ഗവൺമെന്റും ഡിവൈഡ് ചെയ്തെടുക്കും. ഇനി എന്താണ് IGST എന്ന് വെച്ച് കഴിഞ്ഞാല്, IGST എന്താണ്? ഇന്റഗ്രേറ്റഡ് അല്ലെ, ഇന്റഗ്രേറ്റഡ് GST. അതാണ് ഈ IGST എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഷർട്ട് അത് കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുക. അപ്പൊ എന്താ സംഭവിച്ചത്? ഉൽപ്പാദിപ്പിച്ചത് തമിഴ്നാട്ടിലാണ്, പക്ഷെ അത് വിറ്റഴിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. സോ അവിടെ എന്ത് സംഭവിച്ചു? ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്കാണ് എന്ത് പോകുന്നത്? ഈ പ്രോഡക്റ്റ് പോകുന്നത്.
അപ്പൊ നമ്മളല്ലേ GST അടയ്ക്കേണ്ടത്. അപ്പൊ അതിനെയാണ് ഇന്റർ സംസ്ഥാനം ഇന്റർ സ്റ്റേറ്റിനെ ആണ് നമ്മൾ വിളിക്കുന്നത് IGST എന്ന് വിളിക്കുന്നത്. ഈ IGST എന്ന് പറയുന്ന സാധനം ചുമത്താനുള്ള അല്ലെങ്കിൽ ഇത് പിരിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും. IGST അഥവാ ഇന്റർ സ്റ്റേറ്റ് GST പിരിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ആള് കർണാടകമാണ്. കർണാടകത്തിൽ തന്നെ അല്ല വിറ്റത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ അല്ല വിറ്റത്, അത് മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ടാണ് വിറ്റത് ആണല്ലോ. അപ്പൊ മറ്റൊരു സംസ്ഥാനത്ത് പോയി വിറ്റു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആരാണോ ഉപയോഗിക്കുന്നത് അയാൾ അവിടെയാണ് GST ചുമത്തപ്പെടുന്നത്. അപ്പൊ കർണാടകത്തിൽ വിറ്റ ആൾക്ക് അവിടെ നിന്നും GST കിട്ടിയില്ല. കർണാടകത്തിനല്ല GST കിട്ടിയിരിക്കുന്നത്, കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റതുകൊണ്ട് കേരളമാണ് അതിന്റെ GST ചുമത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ GST അത് പിരിക്കുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഇനി ഇതെങ്ങനെ വീതം വെക്കാം? എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഈ IGST വീതം വെക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്? ഒന്നെങ്കിൽ പാർലമെന്റിന്റെ ഒരു നിയമം അനുസരിച്ചായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ടല്ലോ GSTക്ക്. ഏതാണ് ആ പ്ലാറ്റ്ഫോം? GST കൗൺസിൽ. GST കൗൺസിൽ ചേർന്ന് തീരുമാനിക്കും എങ്ങനെ വീതം വെക്കണമെന്ന്. അതായത് IGST സെൻട്രൽ ഗവൺമെന്റ് പിരിക്കും. ഈ സെൻട്രൽ ഗവൺമെന്റ് പിരിച്ച IGSTയെ എങ്ങനെ വീതം വെക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒന്നെങ്കിൽ പാർലമെന്റിന്റെ ഒരു നിയമം ഉണ്ടാക്കും, അല്ലെങ്കിൽ കൗൺസിൽ തീരുമാനിക്കും. ഏത് കൗൺസിൽ തീരുമാനിക്കും? GST കൗൺസിൽ ചേർന്ന് തീരുമാനിക്കുന്നതായിരിക്കും. ഇനി ഈ UTGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പേരിനകത്ത് തന്നെയുണ്ട്, യൂണിയൻ ടെറിട്ടറി GST. എന്താണ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്? ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള യൂണിയൻ ടെറിട്ടറി, ലഡാക്ക് പോലെയുള്ള യൂണിയൻ ടെറിട്ടറികളില്ലേ, ആ യൂണിയൻ ടെറിട്ടറിയിലെ GST ആണ് നമ്മൾ UTGST എന്ന് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. അവിടെയും ഉണ്ട് GST. സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ UTGST എന്ന് വെച്ചാൽ യൂണിയൻ ടെറിട്ടറികളിലെ GST. ഇനി സെസ് എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം. സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡീഷണൽ ചാർജ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു ടാക്സിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന അഡീഷണൽ ചാർജിനെയാണ് നമ്മൾ സെസ് എന്ന് വിളിക്കുന്നത്. സെസ് GSTക്കകത്ത് വരുമോ? അതാണ് അടുത്ത നമ്മുടെ ചോദ്യം. സെസ് GSTക്കകത്ത് വരും. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. 2022 ജൂലൈ 1 മുതലാണ് ഈ സെസ് GSTയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും സെസ് ഇല്ല. ചില പ്രത്യേക ഗുഡ്സിന് മാത്രമായിട്ട് ഇത്ര പെർസെന്റേജ് സെസ് ചുമത്തപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ GSTയുടെ ഇപ്പൊ 18% GST നമ്മൾ പറഞ്ഞു. ഇതിന്റെ കൂടെ ചിലതിന് ഒരു 2% സെസ് കാണും. അപ്പം ഈ 18%ന്റെ കൂടെ ഏതെങ്കിലും ഇപ്പൊ സിഗരറ്റ് ആയാലും ടൊബാക്കോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെല്ലാം തന്നെ 2% സെസ്സും കൂടെ ചേർത്തിട്ടായിരിക്കും, അതായത് ഈ GSTയുടെ കൂട്ടത്തിൽ തന്നെ 2% കൂടെ സെസ് ചേർത്തിട്ടായിരിക്കും എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം സെസ്സും എന്താണ്? ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് അനദർ GST. അപ്പം ഇവിടെ സെസ് എന്ന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെസ് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് GSTക്ക് അകത്തൊരു സെസ് ഉണ്ട്. അത് ലേറ്റസ്റ്റ് വന്നതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവും. അപ്പൊ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. CGST, SGST, IGST, UTGST, സെസ് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് GST. ചില ഗുഡ്സിന് നമ്മൾ GST കൂടാതെ അഡീഷണൽ സർവീസ് ചാർജും കൂടെ എടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെസ് എന്ന് വിളിക്കുന്നത്. അതും GSTയുടെ കൂട്ടത്തിൽ തന്നെയാണ് എടുത്തു പോകുന്നത്. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. മറ്റു കാര്യങ്ങളൂടെ പറയാം. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, IGST മറ്റെവിടെയൊക്കെ ആപ്ലിക്കബിൾ ആണ്. അതായത് ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പ്രോഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിറ്റഴിക്കത്തില്ലേ, അവിടെയാണ് IGST ആപ്ലിക്കബിൾ ആവണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ, ഇപ്പം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു സാധനം കൊണ്ടുവരുന്നു, ആ സമയത്ത് നമുക്കറിയാം കസ്റ്റം ഡ്യൂട്ടി ഉണ്ട് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു പെർസെന്റേജ് ഈടാക്കാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തും കൂടെ ആഡ് ചെയ്യും? IGST ആഡ് ചെയ്യും. ഇന്റഗ്രേറ്റഡ് GSTയും കൂടെ ആഡ് ചെയ്തിരിക്കും. അതായത് കസ്റ്റം ഡ്യൂട്ടിയുടെ കൂടെ തന്നെ ഒരു രാജ്യത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന മറ്റൊരു രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ IGST ആപ്ലിക്കബിൾ ആവും. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിന്നും ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് കാണത്തില്ലെന്ന് ഓർത്ത് വെച്ചേക്കാം? അവിടെ പ്രത്യേകമായിട്ട് GST ഏർപ്പെടുത്തത്തില്ല എന്നും ഓർത്ത് വെച്ചേക്കാം. അവിടെ കസ്റ്റം ഡ്യൂട്ടി മാത്രമേ എടുക്കത്തുള്ളൂ. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മുടെ ഒരു പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും GST ഇല്ല. എന്നാൽ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പം എന്തുണ്ടാവും? ആ കസ്റ്റം ഡ്യൂട്ടിയുടെ കൂടെ തന്നെ IGSTയും കൂടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ ഇനി നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. അതുപോലെ തന്നെ ഇപ്പൊ CGSTയും SGSTയും IGST എന്നൊക്കെ നമ്മൾ പറഞ്ഞു
ഇതിന്റെ ഓരോന്നിന്റെയും റേറ്റ് ഉണ്ടല്ലോ ഇത്ര ശതമാനം എന്നുള്ളത്, അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എത്ര പോകണം, IGSTയിൽ എത്ര പെർസെന്റേജ് എങ്ങോട്ട് പോകണം, ഇതെല്ലാം തമ്മിൽ ഒരു തീരുമാനം വേണ്ടേ. അതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും. ഇത് എവിടെ വെച്ചായിരിക്കും അപ്പൊ ചർച്ച ചെയ്യുന്നത്? ഇത് GST കൗൺസിലിൽ വെച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പൊ GST കൗൺസിൽ എന്താണ്? ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. GST കൗൺസിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യും. എന്ത് ചർച്ച ചെയ്യും? എത്രയൊക്കെ എങ്ങനെയൊക്കെ വീതിക്കണം എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്തു വെച്ചേക്കുക, നമ്മൾ GSTയിൽ നിന്നും, അതായത് നമുക്കൊരു സ്ലാബ് ഉണ്ട് അല്ലെ, ഇത്ര ലക്ഷത്തിൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ GST കമ്പൽസറി ആയിട്ട് അടയ്ക്കണം. ചില സ്ഥാപനങ്ങൾ, ഇപ്പൊ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ പറയാറുണ്ട് 20 ലക്ഷത്തിൽ താഴെയാണ് വർഷത്തിലുള്ള ടേൺ ഓവറെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട. ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ 20 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അടയ്ക്കേണ്ട. എന്നാൽ ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ 40 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അടയ്ക്കേണ്ട. അപ്പൊ രണ്ട് രീതിയിൽ പറയാം. 20 lakhsൽ താഴെയാണെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ അടയ്ക്കേണ്ട. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ 40 ലക്ഷത്തിൽ താഴെയാണ് ടേൺ ഓവർ എങ്കിൽ ആ സ്ഥാപനക്കാർ എന്തടയ്ക്കേണ്ട? GST അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. എന്തായിരിക്കും കോമ്പോസിഷൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്കീം എന്ന് ചോദിച്ചാലും എഴുതാം. ഇപ്പൊ 1.5 കോടി രൂപയിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 150 ലക്ഷം, അങ്ങനെ ഓർക്കുക, 150 lakhs അഥവാ 1.5 കോടി രൂപയിൽ താഴെയാണ് ഒരു വർഷത്തെ ടേൺ ഓവർ എങ്കിൽ, അതായത് മൊത്തത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ടേൺ ഓവർ 1.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഒരു നിശ്ചിത ശതമാനം മാത്രം എന്തടച്ചാൽ മതി? GST ആയിട്ട് അടച്ചാൽ മതി. അവർക്ക് ഇത്ര പെർസെന്റേജ് എന്ന് പറയുന്നില്ല. 1.5 കോടി രൂപയിൽ താഴെയാണ് ഒരു ടേൺ ഓവർ വരുന്നത് ഒരു വർഷത്തിലെ ആ സ്ഥാപനം. ഇപ്പൊ ഒരു ഇലക്ട്രിക്കൽ ബിസിനസ് ഉള്ള ഒരു കട, അവിടുത്തെ ടേൺ ഓവർ എടുക്കുവാണെങ്കിൽ 1.5 കോടിയിൽ രൂപ താഴെയാണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? ഈ കിട്ടുന്ന ഇപ്പൊ 90 ലക്ഷത്തിന്റെ കച്ചവടം ഉണ്ടെങ്കിൽ ആ 90 ലക്ഷത്തിന്റെ 2%, 3%, അങ്ങനെ ഒരു പെർസെന്റേജ് പറയുന്നുണ്ട്. അതിൽ താഴെയാണെങ്കിൽ മാത്രം ടോട്ടൽ ടേൺ ഓവറിന് നിശ്ചിത ശതമാനം മാത്രം അവര് അടച്ചാൽ മതി. അപ്പം അത് കോമ്പോസിഷൻ സ്കീം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് നമുക്കിപ്പോ വന്നിട്ടുള്ള GST കൗൺസിലിനെ പറ്റിയിട്ട്. സ്ഥിരം ചോദ്യമാണ്. നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. ഈ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നുള്ള ഏതെങ്കിലും ധനകാര്യ മന്ത്രി ആയിരിക്കാം. വൈസ് ചെയർപേഴ്സൺ സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഏതെങ്കിലും ഒരു ധനകാര്യ മന്ത്രി ആയിരിക്കാം. ഇനി മെമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനകാര്യ മന്ത്രിമാർ ഇതിനകത്ത് മെമ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ അയാൾക്ക് വരാൻ പറ്റിയില്ല, ഇപ്പൊ GST കൗൺസിൽ കൂടുന്ന സമയത്ത് ആ സംസ്ഥാനത്തെ ധനകാര്യ മന്ത്രിക്ക് വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അതാത് സംസ്ഥാനത്തെ അദ്ദേഹം നോമിനേറ്റ് ചെയ്ത് നോമിനി ആയിട്ട് അയക്കുന്ന ആൾക്ക് പങ്കെടുക്കാൻ സാധിക്കും GST കൗൺസിലിൽ. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിലെയും ഫിനാൻസ് അല്ലെങ്കിൽ ടാക്സേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മിനിസ്റ്റേഴ്സിനും GST കൗൺസിലിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ അവരും അംഗങ്ങളായിരിക്കും. ഇനി GST കൗൺസിൽ കൂടണമെങ്കിൽ അതിനൊരു 50% അംഗത്വം ഉണ്ടായിരിക്കണം. ഇപ്പൊ 100 പേരാണെങ്കിൽ അതിനകത്ത് 50 പേര് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ GST കൗൺസിൽ കൂടിച്ചേരാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ 75% മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ തീരുമാനം അംഗീകരിക്കപ്പെടത്തുള്ളൂ. പിന്നീട് ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട, ഞാൻ ഈ കൂട്ടത്തിൽ എല്ലാം കൂടെ അങ്ങ് പറയുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽഡ് വേർഷൻ ഇനി എടുക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പൊ പറയുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത ഡിഗ്രി ലെവൽ മെയിൻസ് ഒക്കെ എഴുതാൻ പോകുന്നവരൊന്ന് പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഒക്കെ പഠിക്കുന്നവർ ഇത്രയും പോയിന്റ്സ് ഉറപ്പിച്ചേക്കുക. ഇപ്പം രമേശ് സിംഗിന്റെ ഒക്കെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഓർക്കുക, ഈ GST എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഈ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുമ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് GST നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്താണ് GST നെറ്റ്വർക്ക്? പെൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. GST നെറ്റ്വർക്ക് എഴുതിയിട്ട് വെക്കാം. GST നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ ഇവിടെ ആയിരിക്കണം മിക്ക GST അടയ്ക്കുന്നത്, റിട്ടേൺസിനെ പറ്റിയിട്ട് എല്ലാം ഇവിടെ ആയിരിക്കും നടക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും നടക്കുന്നത്. ഇതൊരു IT സിസ്റ്റം ആണെന്ന് ഓർത്തത്. ഇതൊരു നെറ്റ്വർക്കാണ്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് കേട്ടോ. ഇതൊരു GST നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്.
ഒരു നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് കമ്പനി എന്നാണ് പറയുന്നത്. നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് കമ്പനിയാണ് വിച്ച് മാനേജ് ദ എൻറ്റയർ IT സിസ്റ്റം ഓഫ് GST പോർട്ടൽ. GST പോർട്ടലിന്റെ മുഴുവൻ IT സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ GST നെറ്റ്വർക്കിലായിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, GST നെറ്റ്വർക്കിലായിരിക്കും. ഇനി ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത്, സെൻട്രൽ അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ആവുന്ന സമയത്ത് അവിടെ എന്ത് കാണും? അവിടെ ഉറപ്പായിട്ടും ഇക്വിറ്റി കാണും അല്ലെ, ഷെയർ കാണും. ഒരു 24.50%, എത്രയാണ്? 24% ഇതിന്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. എത്രയാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ 24%, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 24%. എന്ത് കാണും? ഇവിടെ ഷെയർ ഉണ്ടായിരിക്കും. എവിടെ? GST നെറ്റ്വർക്കിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഷെയർ എങ്ങനെയാ പോകുന്നത്? 24% സെൻട്രൽ ഗവൺമെന്റ് ഷെയറും അതുപോലെ 24% സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയറും ഈ GST നെറ്റ്വർക്കിലുണ്ട്. അതായത് 49%. ബാക്കിയുള്ള 51% പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിലാണ്. ഈ പ്രൈവറ്റ് ആൾക്കാർ എന്ന് പറയുമ്പോൾ എടുത്തൊന്നും പഠിക്കണ്ട. ഈ LIC ഹൗസിംഗ് ഫിനാൻസ്, HDFC, ICICI ബാങ്കിന്റെ ഒക്കെ 10% വെച്ച് ഓരോ പ്രൈവറ്റ് എന്റർപ്രൈസിന്റെ കയ്യിലും എന്ത് കാണും? ഇതിന്റെ ഒരു ഷെയർ ഉണ്ട്. നിലവിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇക്വിറ്റി ഡിവൈഡ് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത്. നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് കമ്പനിയാണ് എങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടം ഈ GST നെറ്റ്വർക്കിൽ എപ്പോഴും ഉണ്ടായിരിക്കും. കൺട്രോൾ എപ്പോഴും GST നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കും. അപ്പൊ നെറ്റ്വർക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ GST വർക്ക് ചെയ്തു പോകുന്ന IT പ്ലാറ്റ്ഫോമാണ്. നമ്മൾ GST അടയ്ക്കുന്നതും എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. അതൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ഈ സ്ഥാപനമാണ് ശരിക്കും GSTയുടെ റൂൾസ്, ലോയർ, അതുപോലെ ഈ ലോയൊക്കെ ഉണ്ടാക്കി ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, ഈ GSTയുടെയും CGST, IGST അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനെയും അസസ് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും അടയ്ക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തിരക്കി കണ്ടുപിടിക്കുക, കുറ്റം ഏർപ്പെടുത്തുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരുടെ അണ്ടറിലാണ് നടക്കുന്നത്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അവരായിരിക്കും ഈ കാര്യങ്ങൾ കംപ്ലീറ്റ്, അവരുടെ അണ്ടറിലായിരിക്കും ഈ GSTയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ പറഞ്ഞ കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽഡ് വെർഷൻ നമുക്ക് പിന്നീട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇത് വരച്ചു വന്നപ്പോൾ ഒരുപാട് അങ്ങായി പോയി. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. ഏതൊക്കെയാണ്? GST ഈസ് എ യൂണിഫോംഡ് ഫോം ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ അത് എഫക്റ്റിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1 ഫിനാൻസ് മിനിസ്റ്റർ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ. അതുപോലെ ഇതെല്ലാം തന്നെ എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് GSTs. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ വന്നത്? ആരാണ് ചെയർപേഴ്സൺ? ആരായിരുന്നു? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പൊ 2 ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കിട്ടി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാം. അപ്പൊ ഈ ആഴ്ച പഠിക്കുന്ന കുട്ടികൾ GST ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.